ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഫണ്ടമെൻ്റൽ അനാലിസിസ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു. ഇപ്പം നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വന്നിരിക്കുന്നു. ഇവിടെ എന്താണ് പഠിക്കാൻ പോകുന്നത്? ടെക്നിക്കൽ അനാലിസിസ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ഫണ്ടമെൻ്റൽ അനാലിസിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേനും ടെക്നിക്കൽ അനാലിസിസിന് സ്വിംഗ് ട്രേഡിങ്ങിൽ വളരെ ഇമ്പോർട്ടൻറ്റ്, കൂടുതൽ പ്രയോറിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന ഓരോ ലെസൺസും കൃത്യമായിട്ട് പഠിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാനും നോക്കുക. അപ്പം എന്തെങ്കിലും ലെസൺസിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ഒരു ലെസൺ റിപ്പീറ്റഡ് ആയിട്ട് 1-2 തവണ കണ്ട് മനസ്സിലാക്കുക. അതിനുശേഷവും ക്ലിയർ ആകുന്നതിൽ തീർച്ചയായിട്ടും ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ ടോട്ടൽ 16 ലെസൺസ് ആണുള്ളത്. ഓരോ ലെസൺസും ഓരോ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ടാണ് 1 by 1 ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഒന്നാമത്തെ എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് ടെക്നിക്കൽ അനാലിസിസ്, ഡോ തിയറി, ബെസ്റ്റ് സ്റ്റോക്ക് ബ്രോക്കർ, മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ്, കാൻഡിൽ സ്റ്റിക് ചാർട്ട്, വോളിയം അനാലിസിസ്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ബ്രേക്ക്ഔട്ട് ആൻഡ് റീടെസ്റ്റ്, ട്രെൻഡ് ലൈൻസ്, മൂവിംഗ് ആവറേജ്, പുൾ ബാക്സ്, ചാർട്ട് പാറ്റേൺസ്, എൻട്രി മെത്തേഡ്, എക്സിറ്റ് മെത്തേഡ്, മണി മാനേജ്മെൻറ്റ് ആൻഡ് ROE ഗ്രോത്ത് കാൽക്കുലേഷൻ. ഈ ഓരോ കാര്യങ്ങളും നമ്മൾ 1 by 1 ആയിട്ട് പഠിക്കും. ഇപ്പോൾ ലാസ്റ്റ് ആകുമ്പോഴത്തേനും നമ്മൾ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഇതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്നും പഠിക്കും. ഓക്കെ, നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ ഒന്നാമത്തെ ലെസണിലേക്ക് വന്നിട്ടുണ്ട്, രണ്ടാമത്തെ ചാപ്റ്ററിൽ. ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? ടെക്നിക്കൽ അനാലിസിസ് ഇസ് എ ട്രേഡിംഗ് ഡിസിപ്ലിൻ. അതായത് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു ട്രേഡിങ്ങിലെ ഒരു ഡിസിപ്ലിനാണ്. എംപ്ലോയ്ഡ് ടു ഇവാലുവേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഐഡൻറ്റിഫൈ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ബൈ അനലൈസിങ് പ്രൈസ് മൂവ്മെൻറ്റ് ആൻഡ് വോളിയം. നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ബൈ അനലൈസിങ് പ്രൈസ് മൂവ്മെൻറ്റ്. ഇതാണ് ഇമ്പോർട്ടൻറ്റ്, പ്രൈസ് മൂവ്മെൻറ്റ് ആൻഡ് വോളിയം. നമ്മൾ ചാർട്ടിൽ പോയിട്ട് സ്റ്റോക്കിൻ്റെ പ്രൈസിൽ എന്ത് മൂവ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് അവിടെ വോളിയം ആക്ട് ചെയ്തതെന്ന് നോക്കിയിട്ട് നമുക്ക് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തും. ഇപ്പോൾ നമ്മൾ ക്വാളിറ്റി ഉള്ള സ്റ്റോക്സ് കണ്ടെത്തി അതിൻ്റെ അകത്ത് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നമ്മൾ പ്രൈസിൻ്റെ മൂവ്മെൻറ്റും വോളിയവും വെച്ച് നമ്മൾ കണ്ടെത്താൻ പോവുകയാണ്. അപ്പോൾ അതിനാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഞാനിവിടെ എക്സാമ്പിളായിട്ട് ജിൻഡൽ സ്റ്റീലിൻ്റെ ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സ്റ്റോക്ക് 2013 തൊട്ട് 2023 വരെയുള്ള ടൈം പീരീഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഈ സൈഡിൽ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു റീജിയണിൽ എത്രയായിരുന്നു സ്റ്റോക്കിൻ്റെ പ്രൈസ്? ഏകദേശം ഒരു 500 ആയിരുന്നു. അതിനുശേഷം അത് താഴോട്ട് വന്ന് 2016 എത്തിക്കഴിഞ്ഞപ്പം അത് 100ലേക്ക് വന്നു. ഓക്കെ, അതിനുശേഷം ഇത് പിന്നെ ആ ഒരു റീജിയണിൽ കുറേ ട്രേഡ് ചെയ്തു. അതിനുശേഷം ഇത് മുകളിലേക്ക് പോയി, വീണ്ടും താഴോട്ട് വന്നു, വീണ്ടും താഴോട്ട് വന്നു, പിന്നെയും മുകളിലേക്ക് പോയി, താഴോട്ട് വന്നു, മുകളിലേക്ക് പോയി, താഴോട്ട് വന്നു, മുകളിലേക്ക് പോയി. ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്ന സ്റ്റോക്കിൽ. ഒരിക്കലും സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലേക്കോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ടുള്ള മൂവ്മെൻറ്റ്സ് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് നല്ല എൻട്രീസ് കണ്ടെത്തണം. നമുക്ക് ഇങ്ങനെയുള്ള സ്വിങ്സ്, ഇത് കണ്ടോ, ഇങ്ങനെയുള്ള ഈ ഒരു സ്വിങ്സ് ആണ് നമുക്ക് ക്യാപ്ചർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു റീജിയണിലൊക്കെ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റണം. അതിനാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് കൊണ്ട് യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മളിങ്ങനെ താഴോട്ട് വരുന്ന സ്വിങ്സിൽ നമ്മൾ വിലക്കുറവിൽ വാങ്ങാനല്ല നമ്മൾ സ്വിംഗ് ട്രേഡിങ് അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്നത്. അത് ഇൻവെസ്റ്റേഴ്സ് ആണ് ചെയ്യുന്നത്. ക്വാളിറ്റി ഉള്ള സ്റ്റോക്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് താഴോട്ട് വരുന്ന സമയത്ത് നല്ല വാല്യുവേഷനിലാണെങ്കിൽ ഇങ്ങനെയുള്ള റീജിയണിൽ ഇൻവെസ്റ്റേഴ്സ് ആണ് എൻട്രി എടുക്കുന്നത്. നമുക്ക് സ്റ്റോക്ക് മുകളിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എൻട്രി എടുക്കുന്നത് ട്രേഡേഴ്സ്. അതിനുശേഷം ഇങ്ങനെയുള്ള സ്വിങ്സ് ആണ് നമുക്ക് ക്യാപ്ചർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കണ്ടോ, ഇത് നല്ലൊരു സ്വിങ് ആണ്. ഇങ്ങനെയുള്ള സ്വിങ്സ് ആണ് നമുക്ക് ക്യാപ്ചർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ ആണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള സ്വിങ്സ് ക്യാപ്ചർ ചെയ്യണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള എൻട്രി കണ്ടെത്തണം. അപ്പോൾ എൻട്രി കണ്ടെത്തുന്നതിന് കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്. ആ ഒരു പാരാമീറ്റേഴ്സ് എല്ലാം പഠിച്ച് ഇതിൻ്റെ അകത്തിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഏകദേശം എൻട്രി കണ്ടെത്താൻ പറ്റത്തുള്ളൂ. അപ്പം ഒരുപക്ഷെ ആ ഒരു എൻട്രി റൈറ്റ് എൻട്രി ആണെങ്കിൽ നല്ലൊരു സ്വിങ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനിയപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാം.